നമസ്തേ. ഇന്ന് നമ്മൾ വിശാരദ പൂർവാർദ്ധിലുള്ള നവീൻ ഹിന്ദി വ്യാകരണിലെ 10ാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ അകർമ്മക്രിയ സകർമ്മക്രിയ വരെ എടുത്തിട്ടുണ്ട്. 17 ചോദ്യോത്തരങ്ങളാണ് ഇപ്രാവശ്യത്തെ ഒക്ടോബറിൽ വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിൽ 10ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. बनावट की दृष्टि से क्रिया के कितने भेद है उदाहरण दीजिए. ഇതിൻ്റെ ദൃഷ്ടിയിൽ ക്രിയയ്ക്ക് എത്ര ഭേദങ്ങളുണ്ട് ഉദാഹരണ സഹിതം എഴുതുക. ബനാവട്ട് കി ദൃഷ്ടി സെ ക്രിയയ്ക്ക് 4 ഭേദ ഹേ. ക്രിയയ്ക്ക് 4 ഭേദങ്ങളാണ് ഉള്ളത്. വേ ഹേ ഇവയെല്ലാമാണ് പ്രേരണാർത്ഥ ക്രിയ, സംയുക്ത ക്രിയ, നാമധാതു ക്രിയ, അനുകരണാത്മക ക്രിയ. ഇപ്രകാരമാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് പ്രേരണാത്മക ക്രിയയാണ്. प्रेरणात्मक क्रिया എന്നാൽ जब कर्ता स्वयं कार्य न कर दूसरों को करने के लिए प्रेरणा देता है वहाँ प्रेरणात्मक क्रिया होती है. കർത്താവ് സ്വയം ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനായി പ്രേരണ കൊടുക്കുന്നതിനെയാണ് പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ജയ്സെ ഉദാഹരണത്തിന് ശിക്ഷക് ഛാത്രോം സെ ഹിന്ദി ലിഖാത്തെ ഹേ. അധ്യാപകൻ വിദ്യാർത്ഥികളെ കൊണ്ട് ഹിന്ദി എഴുതിപ്പിക്കുന്നു. അതിനാണ് ഈ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. സംയുക്ത ക്രിയ किसी विशेष अर्थ को प्रकट करने के लिए 2 या अधिक क्रियाएं मिलकर संयुक्त क्रिया का निर्माण करते हैं. ഏതെങ്കിലും ഒരു വിശേഷമായ അർത്ഥം പ്രകടമാക്കുന്നതിന് 2 അതിൽ കൂടുതലോ ക്രിയകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. ദേ ചുക്ക കൊടുത്തു കഴിഞ്ഞു, ലേ ലി വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ട് ക്രിയയാണ്. അതിൽ വരുന്നതിനെയാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. നാം ധാതു ക്രിയ ധാതു സേ ബനി ക്രിയാക്കോ നാം ധാതു ക്രിയ കഹത്തെ ഹേ. ധാതുവിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആ ക്രിയയെ നാം ധാതു ക്രിയ എന്ന് പറയുന്നു. ദുഃഖാന, ഹധിയാന, അപ്നാന. ദുഃഖാന എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക. അതിൽ ഈ ദുഃഖാന എന്നുള്ള ദുഃഖിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് ദുഃഖാന എന്നുള്ളത്. ഇപ്രകാരമാണ് നാം ധാതു എന്നുള്ള ക്രിയ വരിക. നാം ധാതു എന്ന് വെച്ചാൽ പഡ് ലിക്ക്. ഇത് വരുന്നതിൻ്റെ കൂടെ ചേർത്ത് വരുന്നതിനെയാണ് നമ്മൾ നാം ധാതു ക്രിയ എന്ന് പറയുന്നത്. അനുകരണാത്മക ക്രിയ किसी कल्पित या वास्तविक ध्वनि या अनुकरण कर अनुकरणात्मक क्रिയ बनती है. ഏതെങ്കിലും കൽപ്പിതമായതോ അല്ലെങ്കിൽ വാസ്തവികമായിട്ടുള്ള ധ്വനിയെ അനുകരിക്കുന്നതിനെ നമ്മൾ അനുകരണാത്മക ക്രിയ എന്ന് പറയുന്നു. ജയ്സെ ഉദാഹരണത്തിന് ഫട്ഫടാന, ഹിൻഹിനാന. ഇതെല്ലാമാണ് അതിനുള്ള ഉദാഹരണങ്ങൾ. 11ാമത്തെ ചോദ്യം लिंग किसे कहते हैं. हिंदी में लिंग परिवर्तन के मुख्य नियम सोदाहरण समझ आइए. ലിംഗ് എന്നാൽ എന്താണ്? ഹിന്ദിയിൽ ലിംഗ പരിവർത്തനത്തിനുള്ള പ്രധാന മുഖ്യ നിയമങ്ങൾ സോദാഹരണ സഹിതം വിശദമാക്കുക. शब्द के जिस रूप के द्वारा उसके पुरुषत्व स्त्रीत्व का बोध हो उसे लिंग कहते हैं. ശബ്ദത്തിലെ ഈ രൂപത്തിലൂടെ പുരുഷത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെയോ അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ അതിനെ ലിംഗ് എന്ന് പറയുന്നു. ഹിന്ദിമേ സിർഫ് 2 ലിംഗ് ഹേ. 2 ലിംഗങ്ങളാണ് ഉള്ളത്, പുല്ലിംഗവും സ്ത്രീലിംഗവും. പുല്ലിംഗ് പുരുഷ് ജാതി കാ തഥാ സ്ത്രീലിംഗ് സ്ത്രീ ജാതി കാ ബോധ് കരാത്ത ഹേ. ഇതിൽ പുല്ലിംഗം എന്നുള്ളത് പുരുഷ് ജാതിയെക്കുറിച്ചും സ്ത്രീലിംഗം എന്നുള്ളത് സ്ത്രീ ജാതിയെക്കുറിച്ചുമാണ് തിരിച്ചറിവ് തരുന്നത്. ജയ്സെ ബാലക്, ബാലിക, ഘോഡ, ഘോഡി, പഹാഡ്, നദി. ഇതെല്ലാമാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. ഹിന്ദിമേ കുച്ച് മുഖ്യ ലിംഗ പരിവർത്തൻ കെ നിയം യോഹി. ഹിന്ദിയിൽ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട് ലിംഗമാറ്റത്തിന് വേണ്ടി. അത് ഇവയാണ്. അപ്രാണിവാചക് ശബ്ദോമേ ലഘുത സ്ത്രീലിംഗ കാ സൂചക് ഹേ. അപ്രാണിവാചക് ശബ്ദങ്ങളിൽ ലഘുത അതിനെ ചെറിയ വാക്കുകളായിരിക്കും അതിൽ വരിക. അത് അപ്രാണിവാചക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാത്തവ, ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഡിപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് പറയുന്നതിൽ വരുന്നതിനെയാണ് പുസ്തക്. ഇതെല്ലാം അപ്രാണിവാചകത്തിൽപ്പെടുന്ന വാക്കുകളാണ്. അതിന് ഉദാഹരണമാണ് ലുട്ടിയ, ഡിബിയ തുടങ്ങിയവ. कुछ पुल्लिंग शब्द के बाद ई, इया, आइन, अदि, इमा आदि स्त्रीलिंग प्रत्यय जोड़कर स्त्रीलिंग शब्द बनते हैं. പുല്ലിംഗ ശബ്ദങ്ങളിൽ ഈ അതല്ലെങ്കിൽ ഇയ, ആയിൻ, അതി, ഇമ മുതലായവ ചേരുന്ന സമയത്ത്, പ്രത്യയങ്ങൾ ചേരുന്ന സമയത്ത്, ഈ പറഞ്ഞതെല്ലാം പ്രത്യയങ്ങളാണ്, ഇത് ചേരുന്ന സമയത്ത് സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. അതെന്താണെന്ന് നോക്കാം. അന്തിം ആക്കോ ഈ കർണേസേ. അവസാനം ആ എന്നുള്ളതിനെ ഈ ആക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന വാക്കുകൾ.
ഉദാഹരണത്തിന് പുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ, പുത്രി മകൾ, സുന്ദർ ഭംഗിയുള്ളത്, ഭംഗിയുള്ളവൻ, സുന്ദരി ഭംഗിയുള്ളവൾ. അപ്പോൾ ആ എന്നുള്ള ശബ്ദം അവസാനം മാറി അത് ഈ ആയി തീർന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നു. അന്തിം ആക്കോ ഈ കർണേസേ, അവസാനം ആ എന്ന് വരുന്നത് ഈ എന്നാവുമ്പോൾ വരുന്ന മാറ്റം. ലഡ്ക, ലഡ്ക്കി, നാന, നാനി. ലഡ്ക ആൺകുട്ടി, ലഡ്ക്കി പെൺകുട്ടി, ആകാരാന്തം ഈകാരാന്തം ആയിത്തീരുന്നു. നാന, നാനി മുത്തശ്ശൻ, മുത്തശ്ശി. അന്തിം ആക്കോ ഇയാ കർണേസേ, അവസാനം വരുന്ന ആ എന്നുള്ളത് ഇയ എന്നാക്കുന്നതിലൂടെ ലഭിക്കുന്ന വാക്കുകൾ. കുത്ത, കുതിയ. ചിട, ചിടിയ. കുത്ത എന്നാൽ നായ, കുതിയ എന്നാൽ പെൺനായ. ചിട ആൺപക്ഷി, ചിടിയ പെൺപക്ഷി. അന്തിം ഈക്കോ ഇനിയ ഇനി കർണേസേ, അവസാനം ഈ എന്നുള്ളത് ഇനി അതല്ലെങ്കിൽ ഇനി എന്നായി തീരുന്നത് നായും നായും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹാത്തി, ഹാത്തിനി, ഹിതൈഷി, ഹിതൈഷിനി. ഇപ്രകാരമാണ് ഇതിൽ വരുന്ന ഈകാരാന്തം ഇനി അതല്ലെങ്കിൽ ഇനി എന്നായി തീരുന്നു. അന്തിം അക്കോ ഇക്ക കർണേസേ നായക്, നായിക, ബാലക്, ബാലിക. अंतिम मान तथा वान को मदी तथा वदी करने से गुणवान, गुणवती, श्रीमान, श्रीमती. अंत में इन लगाने से माली, मालिन, नाई, नाइन. अंतिम में इनी लगाने से हंस, हंसनी, हाथी, हाथिनी. अंत में आइन लगाने से ठाकुर, ठाकुराइन, पंडित, पंडिताइन. अंत में नी जोड़ने से सिंह, सिंहिनी, मोर, मोरनी. अंत में आनी जोड़ने से सेठ, सेठानी, भव, भवानी. ഇതിൽ അക്ക എന്നുള്ളത് ഇക്ക എന്നായി മാറും. നായക് എന്നുള്ളത് നായിക, ഈ എന്നുള്ള ഇതിലാണ് വരിക. അടുത്തത് മാൻ എന്നുള്ളത് വാൻ, ഗുണവാൻ എന്നുണ്ടെങ്കിൽ ഗുൺവതി എന്നായിട്ട് മാറും. ഇൻ എന്നുള്ളത് മാലി എന്നാണെങ്കിൽ മാലിൻ, ഇൻ എന്നായിട്ടാണ് മാറി വരിക. ഇനി വരുന്ന സമയത്ത് ഹംസ് എന്നുള്ളത് ഹംസിനി, ഇനി എന്നായി തീരും. ആയിൻ എന്ന് വരുമ്പോൾ ടാക്കുർ എന്നുള്ളത് ടാക്കുരായിൻ, ആയിൻ എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ആയിൻ എന്നാണ് ചേർക്കേണ്ടത്. നീ എന്ന് ചേർക്കുമ്പോൾ സിംഹ് എന്നുള്ളതിൻ്റെ കൂടെ നീ, സിംഹിനി എന്നാവും. ആനി എന്ന് ചേരുന്ന സമയത്ത് സേട്ട് എന്നുള്ളത് സേട്ടാനി, സേട്ട് പ്ലസ് ആനി, സേട്ടാനി. അതുപോലെ തന്നെയാണ് മുകളിലുള്ള നായക് പ്ലസ് ഇക്ക, നായിക. ഇപ്രകാരമാണ് ഇതിൻ്റെ മാറ്റം വരിക. ഏകവചൻ സേ ബഹുവചൻ ബനാനെ में कुछ मुख्य नियम क्या क्या है. ഏകവചനത്തിൽ നിന്നും ബഹുവചനമാക്കുമ്പോൾ ഉള്ള നിയമങ്ങൾ എന്തെല്ലാമാണ്? സോദാഹരൻ സമജായി. ഏകവചൻ സേ ബഹുവചൻ ബനാനെ കാ മുഖ്യ നിയം. ഏകവചനത്തിൽ നിന്നും ബഹുവചനമാക്കുമ്പോൾ ഉള്ള പ്രധാന നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. ആമേ അന്ത് ഹോനെ വാലെ ശബ്ദോമേ ആക്കെ സ്ഥാൻ പർ ഏ ലഗാക്കർ. ആയുടെ അവസാനത്തിലെ വാക്കുകളിൽ ആയുടെ സ്ഥാനത്ത് എ ചേർക്കുക. രാത്ത്, രാത്തേം, ഗായ്, ഗായേം. ആമേം അന്ത് ഹോനേവാലെ ശബ്ദോമേ ആക്കെ സ്ഥാൻ പർ എ ലഗാക്കർ. ആ എന്ന് അവസാനിക്കുന്നതിൽ ആയുടെ പകരം എ ചേർക്കുക. ബേട്ട, ബേട്ടെ, കില, കിലെ. ആമേം അന്ത് ഹോനേവാലെ ശബ്ദോമേം ആക്കെ സ്ഥാൻ പർ ഏം ലഗാക്കർ. കല, കലായേം, സമസ്യ, സമസ്യായേം. സ്ത്രീലിംഗ ശബ്ദം കെ അന്ത് മേ ഈ കോ ഇയാം ബനാക്കർ. സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ അവസാനം ഈ എന്ന് അവസാനിക്കുന്നതിൽ ഇയാം എന്നാണ് ആക്കുക. റാണി, റാണിയാം. താലി, താലിയാം. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റാണി എന്നുള്ളത് ദീർഘത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അത് ചെറുതായി തീരും. ദീർഘസ്വരം പോയി ലഘുസ്വരമായി തീരും. താലി, താലിയാം. യാമേം അന്ത് ഹോനേവാലെ സ്ത്രീലിംഗ ശബ്ദവും കോ യാം കർ ദേനെ സെ. യായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങൾ യാം കർ ദേന. ഗുഡിയ, ഗുഡിയാം, ചുഹിയാം, ചുഹിയാം. കുച്ച് ഐസേ ശബ്ദ ജിൻകെ അന്ത് മേം ഊ ആത്താ ഹേ ഉന്മേം ഏ ജോഡ്കർ. ചില ശബ്ദങ്ങളിൽ അവസാനം ഊ എന്ന് വരുന്നു, അതിനെ ഏം എന്നാക്കി തീർക്കുന്നു. ബഹു, ബഹുയേം, വസ്തു, വസ്തുയേം. കുച്ച് ശബ്ദം കെ അന്ത് മേം ഗൺ, വൃന്ദ്, ദൽ, വർഗ ആദി ലഗാക്കർ. കുറച്ച് ശബ്ദങ്ങളുടെ അവസാനത്തിൽ ഗൺ, വൃന്ദ്, ദൽ എന്ന് വർഗ എപ്രകാരമാണ് ചേർക്കുക. ഗുരു, ഗുരുജൻ, മുനി, മുനികൾ.
13ാമത്തെ ചോദ്യമാണ് കാരക് കിസേ കഹത്തെ ഹെ ഉസ്കെ ഭേദോം കോ സോദാഹരണ സഹിതം സമജായിയെ. കാരക് എന്നാൽ എന്താണ്, അതിൻ്റെ ഭേദങ്ങളെ ഉദാഹരണ സഹിതം മനസ്സിലാക്കി തരുന്നു. സജ്ഞ യാ സർവനാം കെ ജിസ് രൂപ സെ ഉസ്കാ സംബന്ധ വാക്യ കെ അന്യ ശബ്ദോം സെ പ്രകട് ഹോ വ കാരക് कहलाता है. സജ്ഞ അതല്ലെങ്കിൽ സർവനാമത്തിൻ്റെ ആ രൂപത്തിൽ അതിൻ്റെ ബന്ധം മറ്റുള്ള വാക്യങ്ങളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ആയി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ കാരക് എന്ന് പറയുന്നത്. കാരക്കോ പരസർഗ ബി കഹത്തെ ഹെ. കാരക്കിന് വിളിക്കുന്ന ഇനിയൊരു പേരാണ് പരസർഗ. ഇസ്കെ 8 ഭേദ് ഹെ. 8 ഭേദങ്ങളാണ് ഉള്ളത്. കർത്തൃകാരക്കിനോടൊപ്പം നേ, കർമ്മകാരക്കോ, കരൺകാരക് സെ, സമ്പ്രദാൻകാരക്കോ കെ ലിയെ, അപദാൻകാരക് സെ, സംബന്ധകാരക് കാ കെ കി, അധികരൺകാരക് മേം പർ, സംബോധൻകാരക് ഹേ അരേ എന്നുള്ളതാണ് വരിക. ഇതിൽ കർമ്മകാരക് എന്നുള്ളതിൽ ഈ കർത്തൃകാരക്കിലെ നേ എന്ന് എപ്പോഴും നമ്മൾ ഭൂതകാലത്തിൽ മാത്രമേ ചേർക്കുകയുള്ളൂ. കർമ്മകാരക്കോ എന്നാൽ അവന് എന്നുള്ള, അവന് അവൾക്ക് എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. കരൺകാരക് സേ എന്നാൽ അതുമായിട്ടുള്ള ബന്ധം പറയുന്ന കാര്യത്തെയാണ് വ കലം സേ ലിഖ്താ ഹെ, അവൻ പേന കൊണ്ട് എഴുതുന്നു, ഇപ്രകാരം പറയുന്നതാണ്. സമ്പ്രദാൻ കാരക്കിൽ വരുന്ന കോ കേലിയെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എന്നുള്ളതാണ്. അപദാൻ കാരക്കിലെ സേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും ബന്ധം വേർപെടുന്നതാണ്. അതിനുദാഹരണമാണ് പേട് സേ ഫൽ ഗിർത്താ ഹേ, മരത്തിൽ നിന്നും പഴം വീഴുന്നു. ഈ സേയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് ബന്ധം ചേർക്കുന്നതും ഒന്ന് ഇല്ലാതാവുന്നതും. സംബന്ധകാരക് കാക്കേക്ക് അവൻ്റെ അവളുടെ ഇപ്രകാരം വരുന്നത്. അധികരൺകാരക് മേംപർ, ഇത് മുകളിൽ ഉള്ളിലെന്നും ഇത് മുകളിൽ എന്നും വരുന്നു. സംബോധൻകാരക് ഹേ അരേ എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ സംബോധന ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ക്രിയാവിശേഷൻ കിസേ കഹത്തെ ഹെ ഉസ്കെ കിത്തിനെ ഭേദ് ഹെ, ഉദാഹരണ സഹിതം സമജായിയെ. ക്രിയാവിശേഷൻ എന്നാൽ എന്താണ്, അതിന് എത്ര ഭേദങ്ങളുടെ ഉദാഹരണ സഹിതം മനസ്സിലാക്കുക. ക്രിയാക്കി വിശേഷത ബദാനെ വാലേ ശബ്ദോം കോ ക്രിയാവിശേഷൻ കഹത്തെ ഹെ. ക്രിയയുടെ വിശേഷതയെക്കുറിച്ച് പറയുന്ന വാക്കുകളെയാണ് നമ്മൾ ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ജൽദി, ധീരെ. ക്രിയാവിശേഷൻ കെ 4 ഭേദ് ഹെ. ക്രിയാവിശേഷണത്തിന് 4 ഭേദങ്ങളാണ് ഉള്ളത്. കാൽവാചക് ക്രിയാവിശേഷൻ, क्रिया के होने या करने का समय बताने वाले शब्द कालवाचक क्रिया विशेषण है, जैसे अभी, तुरंत, कब. स्थानवाचक क्रिया विशेषण क्रिया के होने या करने का स्थान बताने वाले शब्द स्थानवाचक क्रिया विशेषण है. ക്രിയയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നതിനെ സ്ഥാനവാചക് എന്ന് പറയുന്നു. പരിമാൺവാചക് ക്രിയാവിശേഷൻ जिन शब्दों में क्रिया के परिमाण का ज्ञान हो परिमाणवाचक क्रियाविशेषण कहते हैं. അളവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനെ നമ്മൾ പരിമാൺവാചക് എന്ന് പറയുന്നു. കുച്ച്, ജിത്തിന, കേവൽ. രീതിവാചക് ക്രിയാവിശേഷൻ क्रिया के होने की രീതി बताने वाले രീതിവാചക് ക്രിയാവിശേഷൻ ഹേ. ആ ക്രിയ നടക്കുന്ന സമയത്തുള്ള രീതിയെക്കുറിച്ച് പറയുന്നതിനെ രീതിവാചക് ക്രിയാവിശേഷൻ എന്ന് പറയുന്നു. മധുർ, തേജ്. 15ാമത്തെ ചോദ്യമാണ് നേ പ്രയോഗ് കെ മുഖ്യ നിയം കോൻ കോൻ ഹേ, ഉദാഹരണ സഹിതം സ്പഷ്ട കീജിയെ. നേ എന്ന പ്രയോഗത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് എന്തെല്ലാമാണ്, ഉദാഹരണ സഹിതം സ്പഷ്ടമാക്കുക. ഭൂതകാൽ മേ ജബ് ക്രിയ സകർമ്മ ഹേ തബ് നേ കാ പ്രയോഗ് കിയാ ജാത്താ ഹേ. അതിലെ ആദ്യത്തെ നിയമം ഇതാണ്. ഭൂതകാലത്തിൽ എപ്പോഴാണോ ക്രിയ സകർമ്മകത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ നേ ചേർക്കുന്നു. ഉദാഹരണത്തിന് ഉസ്നെ കായ. भूतकाल में प्रयुक्त सकर्म क्रिया का रूप कर्म के लिंग और वचन के अनुसार होता है. ഇതിലെ രണ്ടാമത്തെ നിയമം ഇപ്രകാരമാണ്. ഭൂതകാലത്തിൽ സകർമ്മക ക്രിയയുടെ രൂപത്തിൽ കർമ്മത്തിൻ്റെ ലിംഗത്തിനും വചനത്തിനും അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. രാംനെ റോട്ടി ഖായി, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. രാം എന്നുള്ളത് പുല്ലിംഗമാണ്. അതിനോടൊപ്പം നേ എന്നുള്ള വിഭക്തി വന്നതിനാൽ റോട്ടി, അതാണ് ഇവിടെ വരുന്ന കർമ്മം. ഇതിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്രിയ വരിക. റോട്ടി എന്നത് സ്ത്രീലിംഗമാണ്. അതിനാൽ ഈ ക്രിയ കായി എന്നായി തീർന്നു. അടുത്ത ഉദാഹരണത്തിലൂടെ പറയുന്നത് ഇപ്രകാരമാണ്. സീതാനെ ദോ ഫൽ ഖായേ. സീത എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതിനോടൊപ്പം നേ വിഭക്തി വന്നതുകൊണ്ട് ഫല്ലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഫൽ എന്നുള്ളത് പുല്ലിംഗമായതിനാൽ ദോ ഫൽ ഖായേ എന്ന് പറയപ്പെടുന്നു. മൂന്നാമത്തെ നിയമം സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ,
തഥാ സന്നിഗ്ധ ഭൂതകാൽ മേ നേ കാ പ്രയോഗ ഹോത്താ ഹേ. നേ എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഈ ഭൂതകാലങ്ങളിലായിരിക്കും. സാമാന്യഭൂത്, ആസന്നഭൂത്, പൂർണ്ണഭൂത്, തഥാ സന്നിഗ്ധഭൂത്. ഈ 4 മാത്രമാണ് നമ്മൾ നേ എന്നുള്ളത് ഉപയോഗിക്കുക. നേ വിഭക്തിയുടെ പ്രയോഗത്തിൻ്റെ 4ാമത്തെ നിയമമാണ് ലാ, ഭോൽ, ബൂൾ, മിൽ ആദി കെ സാത്ത് നേ കാ പ്രयोग नहीं होता. ലാ, ബോൽ, ബൂൾ, മിൽ ഇവയോടൊപ്പം നമ്മൾ നേ എന്നുള്ള വിഭക്തി ചേർക്കുകയില്ല. മേം, ഭോല, വഹ്, മുജ്സേ, മില ഇപ്രകാരമേ പറയുകയുള്ളൂ. ഇത് പാസ്റ്റ് ടെൻസിലാണ്, അതായത് ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും മേനെ ഭോല എന്ന് പറയില്ല, മേം ഭോല എന്നേ പറയുകയുള്ളൂ. 5ാമത്തെ നിയമം ലഗ്, സക്, ചുക്ക്, ഹോന തഥാ പഠന മേ നേ കാ പ്രयोग नहीं होता. അതുപോലെ തന്നെ ലഗ്, സക്, ചുക്ക്, ഹോന തുടങ്ങിയവയോടൊപ്പം നമ്മൾ ഒരിക്കലും നേ വിഭക്തി ചേർക്കുകയില്ല. 16ാമത്തെ ചോദ്യം ഭൂതകാൽ കിസേ കഹത്തെ ഹേ ഉസ്കെ കിത്തനെ ഭേദ് ഹേ ഉദാഹരണം സമജായിയെ. ഭൂതകാലം എന്നാൽ എന്താണ്, അതിന് എത്ര ഭേദങ്ങളുടെ ഉദാഹരണ സഹിതം എഴുതുക. क्रिया के जिस रूप से यह प्रकट हो कि कार्य बीते हुए समय में हो चुका है उसे ഭൂതകാൽ कहते हैं. ക്രിയയുടെ ഈ രൂപത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു, ചെയ്ത് കഴിഞ്ഞ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിനെ നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നു. മേനെ പാഠ് പഠാധ ഞാൻ പാഠം പഠിച്ചു കഴിഞ്ഞു. വഹ് സോഗയ അവൻ ഉറങ്ങിക്കഴിഞ്ഞു. ഭൂതകാൽ കെ 6 ഭേദ് ഹേ 6 ഭേദങ്ങളാണ് ഉള്ളത്. സാമാന്യ ഭൂതകാൽ രാംനെ റോട്ടി കായി. സാമാന്യ ഭൂതകാലിൽ വരുന്ന സമയത്ത് റോട്ടി കായി അത്ര മാത്രമേ വരികയുള്ളൂ. ആസന്ന ഭൂതകാൽ രാംനെ റോട്ടി കായി ഹേ. സാമാന്യ ഭൂതകാലത്തോടൊപ്പം അതിനോടൊപ്പം തന്നെ ഹേ എന്ന് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആസന്ന ഭൂതകാൽ ലഭിക്കുന്നു. പൂർണ്ണ ഭൂതകാൽ രാംനെ റോട്ടി കായി ദി. സാമാന്യ ഭൂതകാലത്തിൽ തന്നിരിക്കുന്നതിനോടൊപ്പം ധി എന്ന് ദാ, ധേ, ധി ഇത്രയുമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇത് സ്ത്രീലിംഗ ശബ്ദമായതിനാലാണ് ഇവിടെ ഈ എന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണ പ്രകാരം ദോഫൽ ഖായേ എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരും. പൂർണ്ണ ഭൂതകാൽ രാംനെ ദോ റോട്ടി ഖായി ദി. ധി എന്ന് വന്നിരിക്കുന്നു. സാമാന്യ ഭൂതകാലത്തോടൊപ്പം ധി എന്ന് ചേർത്തിരിക്കുന്നു. അപൂർണ ഭൂതകാൽ രാംനെ റോട്ടി കാ രഹ ഥ. രാമൻ റോട്ടി തിന്നിരുന്നു. അതായത് ഇതിനോടൊപ്പം നമ്മൾ ഒരിക്കലും നേ ചേർക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ രാം എന്നുള്ളതിന് പ്രാധാന്യം കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ധ എന്ന് ആയിരിക്കുന്നത്. സന്നിഗ്ധ ഭൂതകാൽ രാംനെ റോട്ടി കായി ഹോഗി. രാമൻ റോട്ടി തിന്നിരിക്കും. അതായത് ഇവിടെ കായി എന്നുള്ള സാമാന്യ ഭൂതകാല ക്രിയയോടൊപ്പം ഹോഗി എന്നുകൂടി ചേർത്തിരിക്കുന്നു. ഹേതു ഹേതുമത് ഭൂതകാൽ രാം റോട്ടി കാത്താത്തോ സോജാത്ത പ്രകാരമാണ് അതിൽ വരിക. 17ാമത്തെ ചോദ്യമാണ് വർത്തമാൻ കാൽ കിസേ കഹത്തെ ഹേ. വർത്തമാൻ കാൽ എന്ന് പറയുന്നത് ഏതിനെയാണ്? ഉസ്കെ കിത്തനെ ഭേദ് ഹേ. അതിന് എത്ര ഭേദങ്ങളുടെ ഉദാഹരണം ദീജിയെ. ഉദാഹരണം എഴുതുക. क्रिया के जिस रूप से प्रकट हो कि कार्य वर्तमान समय में हो रहा उसे വർത്തമാൻ കാൽ कहते हैं. ക്രിയയുടെ ഈ രൂപത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു ഈ വർത്തമാന സമയം, ഇപ്പോൾ ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെയാണ് നമ്മൾ വർത്തമാനകാലം എന്ന് പറയുന്നത്. ജയ്സെ മേം പാഠ് പഠിത്താ ഹും. ഞാൻ പാഠം പഠിക്കുന്നു. സാമാന്യ വർത്തമാൻ, അപൂർണ വർത്തമാൻ, സന്നിഗ്ധ വർത്തമാൻ ഇത്ര 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. സാമാന്യ വർത്തമാൻ വ പുസ്തക് പഠിത്താ ഹേ, വ പുസ്തക് പഠ് രഹാ ഹേ, രാം ഗാത്ത ഹോഗ. ഇത്രയുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ 17 ചോദ്യങ്ങളാണ് ഈ ഒക്ടോബറിൽ വരുന്ന പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.